യാ റസൂലല്ലാഹ് ഇസ്തസ്ഖി ലി ഉമ്മത്തിക ഫഇന്നഹും ഖദ് ഹലകു. ഓ നബിയേ നിങ്ങളുടെ സമുദായ നിങ്ങളുടെ ഉമ്മത്തുക തന്നിയില്ലാണ്ട് കഷ്ടത്തിലുള്ളാറ് ഈ സമുദായത്തുക നിങ്ങ മലബർപ്പാട്ടണു അല്ലാഹുറട്ട മലക്ക് നിങ്ങ ആവശ്യപ്പെടണു. കാരണം ഈ സമുദായ തന്നിയില്ലാണ്ട് മരണപ്പെട്ടുകൊണ്ടുള്ളാറുണ്ട്. ഇസ്തസ്ഖി എന്ന വിഷയം ഹദീസേ അല്ല, പിന്നെ ഹദീസും ലോകത്തില്ല. നബി തങ്ങളിൽ നിന്ന് പരമ്പരയോട് കൊടുത്തിരിപ്പെട്ട വിഷയമേ അല്ലത്. അത് സ്വഹാബി ചെയ്ത പണിയുമല്ല, ഒരു താബിഈ ചെയ്ത പണിയുമല്ല, ഒരാൾ ചെയ്തൊരു പണി. അതെങ്ങനെ ഹദീസ് എന്ന് അറിയാം? പിന്നല്ലേ ബാക്കി ചോദ്യങ്ങളൊക്കെ. അപ്പൊ ഹദീസ് തന്നെ അവിടെ ഇല്ല, അങ്ങനത്തെ വിഷയം അവിടെ ഇല്ല. ഒരാൾ നബിയുടെ ഖബറിൽ വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് വേറെ ആൾ കണ്ടു. ആ കണ്ടത് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. രേഖപ്പെടുത്തിയാക്കാണ് കുഴപ്പമുണ്ടാകുക, അത് ചെയ്താക്കാൻ കുഴപ്പമുണ്ടാകുക? രേഖപ്പെടുത്തിയാക്കാൻ എന്താ പ്രശ്നമുള്ളത്? രേഖപ്പെടുത്തിയാക്കാൻ എന്താ കുഴപ്പമുള്ളത്? ഒരാൾ കണ്ട അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു, അത്രയേ ഉള്ളൂ. ഏറി വന്ന ആ റിപ്പോർട്ടിന്റെ ഉള്ളൂ. ഒരാൾ നബിയുടെ ഖബറിൽ വന്ന് ഇങ്ങനെ ചെയ്തത് അദ്ദേഹം മാലിക് ദാർ കണ്ടു. അപ്പൊ മാലിക് ദാർ അത് പറഞ്ഞു. മാലിക് ദാറിന്റെ കുഴപ്പമുള്ളത് പറഞ്ഞതുകൊണ്ട് ഇല്ല. ഇനി മാലിക് ദാറിൽ നിന്ന് അത് കേട്ടാളാരാ? അബൂ സാലിഹ് ഉസ്മാൻ. വലിയ കുഴപ്പമുണ്ടോ? അദ്ദേഹം എന്ത് പറഞ്ഞു? മാലിക് ദാർ പറഞ്ഞു. അതുകൊണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഈ അബൂ സാലിഹ് ഉസ്മാൻ ഒരു കുഴപ്പമുണ്ടാവോ? ഉണ്ടാവൂല. അബൂ സാലിഹ് ഉസ്മാൻ അഴ്മസിനോട് പറഞ്ഞു. ആ അഴ്മസിനോട് ഇത് പറഞ്ഞതിന്റെ പേരിൽ അഴ്മസിന് പ്രശ്നം ഉണ്ടാവോ? ഇല്ല. ആ അഴ്മസ് അബൂ മുആവിയയോട് പറഞ്ഞു. അബൂ മുആവിയയിൽ നിന്ന് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ചു. അത് ഉദ്ധരിച്ചതിന്റെ പേരിൽ ഇബ്നു അബീ ശൈബയ്ക്ക് എന്താ പ്രശ്നം? ഇത് ഉദ്ധരിച്ചതിന്റെ പേരിൽ അബൂ മുആവിയയ്ക്ക് എന്താ കുഴപ്പം? അതിന്റെ പേരിൽ അബൂ സാലിഹ് ഉസ്മാൻ എന്താ കുഴപ്പം? അതിന്റെ പേരിൽ അഴ്മസ് എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഇനി ഏതെങ്കിലും റിപ്പോർട്ടർമാർക്ക് ഈ ഹസനത്തിൽ വന്ന ഈ പരമ്പരയിൽ വന്ന റിപ്പോർട്ടർമാരിൽ ഏതെങ്കിലും റിപ്പോർട്ടർമാർക്ക് എവിടെയെങ്കിലും ഒരു തകരാറ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് ഉദ്ധരിച്ചു എന്നതല്ല തകരാറ്. ഇത് ഉദ്ധരിച്ചു എന്നതല്ല തകരാറ്. നേരെ മറിച്ച് ഇതേപോലെ സമാനമായി പലതും ഉദ്ധരിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. കഅബയിൽ വിഗ്രഹം സ്ഥാപിച്ചിരുന്നു, റിപ്പോർട്ടില്ലേ? കഅബയിൽ വിഗ്രഹം സ്ഥാപിച്ചിരുന്നു, റിപ്പോർട്ടില്ലേ? ബുഖാരി അടക്കണ്ട്, മുസ്ലിം അടക്കണ്ട്. ദാത്വൻവാത്ത് വിഷയം ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ദാത്വൻവാത്ത് വിഷയം. അപ്പോൾ ചോദിക്കുക, ദാത്വൻവാത്ത് ശിർക്കല്ലേ? അപ്പൊ അത് റിപ്പോർട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ആളെ ഹദീസിൽ ചുരുക്കാൻ പറ്റുമോ ചോദിച്ചാലോ? ഇത് അടക്ക കച്ചവടം മാത്രമായിട്ട് നമ്മൾ കുഴപ്പമാണ്. ദീൻ പഠിച്ചാൽ ചോദ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ആ മനുഷ്യൻ ചെയ്ത പണി ശരിയല്ലയോ? ശരിയല്ല. ആ മനുഷ്യൻ ചെയ്ത പണി ശരിയല്ല. അപ്പൊ ഇനെന്താ അയാൾ ആരാന്ന് കിട്ടില്ല? റജുലു എന്ന് പറഞ്ഞാൽ കുഴപ്പം എന്നാണ്. റജുലു എന്ന് പേര് കിട്ടാത്തത് മാത്രമല്ല കുഴപ്പം, അതൊരു കുഴപ്പമാണ്. മറ്റൊരുപാട് കുഴപ്പങ്ങൾ ഒരു കുഴപ്പം മാത്രം. അതിന് കണ്ടുപിടിച്ച ന്യായപ്പന്ത് ഖുർആനിലുണ്ടല്ലോ, മദീന, പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ വന്നു എന്ന് സൂറത്ത് യാസീനുണ്ട്. അപ്പൊ അതൊരാൾ നിലേ ഉള്ളൂ. അത് സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ടൊന്ന് ഖുർആനിലുണ്ട്. അള്ളാഹ് പറഞ്ഞു. അതേപോലെ നബി തങ്ങൾ പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം. അല്ലയോ റസൂലോ ഒരാൾ ചെയ്ത മാതൃകയായി പറഞ്ഞാൽ പിന്നോട് ചോദ്യമില്ല. രണ്ട്, ആ റജുൽ എന്താ പറഞ്ഞത്? ഖുർആനിൽ പറഞ്ഞ റജുൽ എന്താ പറഞ്ഞത്? ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ പ്രവാചകന്മാരെ പിൻപറ്റുവീൻ. അത് ആ റജുൽ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി ആ റജുൽ പറഞ്ഞിട്ടില്ല വിചാരിക്കും, എന്നാലോ ഇത്തബിഉൽ മുർസലീൻ, നിങ്ങൾ മുർസലീങ്ങളെ പിൻപറ്റുവീൻ എന്ന് ഒരു റജുൽ പറഞ്ഞു. ഇനി ആ റജുൽ പറഞ്ഞിട്ടില്ല വിചാരിക്കും, എന്നാലോ ഇത്തബിഉൽ മുർസലീൻ, റസൂൽമാരെ പിൻപറ്റുവീൻ. ഇവിടെ അതല്ല. ഈ റജുൽ വന്നത് നിങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ച പോലെ ചെയ്തോളി എന്നാണ് പറഞ്ഞതെങ്കിൽ പിന്നെ റജുൽ ആരെ നോക്കേണ്ട കാര്യമില്ല. ആ റജുൽ വന്നിട്ട് നീ കുഴപ്പമില്ല. നേരെ മറിച്ച് ഒരാൾ വന്ന് നബിയെ മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് പറഞ്ഞു എന്ന് അതിലുള്ളത്. അപ്പൊ അയാൾ വന്നു എന്നത് കണ്ട അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത മാലിക് ദാറിൽ നിന്ന് അത് കേട്ടു പോന്ന പരമ്പര. ഇത് കണ്ടു എന്നതിന്റെ പേരിലോ, ആ കണ്ടത് പറഞ്ഞപ്പോൾ അത് കേട്ടു എന്നതിന്റെ പേരിലോ, ആ കേട്ടത് പറഞ്ഞപ്പോൾ അത് കേട്ടു എന്നതിന്റെ പേരിലോ ഒരു റിപ്പോർട്ടിൽ കുഴപ്പം വരുന്നില്ല. എന്നാൽ ആ മനുഷ്യൻ ചെയ്ത പണി ഇസ്ലാം അംഗീകരിച്ച പണിയാണോ? അല്ല. അപ്പൊ പിന്നെ അയാൾ ചെയ്ത് ശിർക്കാണോ, അയാൾ ചെയ്ത് കുഫ്റാണോ, അയാൾ സ്വീകരിക്കാൻ പറ്റുമോ? അയാൾ ആരാ കിട്ടണ്ടേ? അയാൾ ആരാന്ന് എവിടെയും കിട്ടിയിട്ടില്ല. അയാളുടെ പേരും അറിയില്ല, അയാൾ സ്വഹാബിയാണോ അല്ലെന്ന് അറിയില്ല, അയാളുടെ ജാതി ഏതാ, മതമേതാ, എന്താ, ഒന്നും എവിടെയും ഒരു പിടുത്തൂല. ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്തു എന്ന് കാണുന്നു. അപ്പൊ അതിന്റെ പേരിൽ മാത്രം ഹദീസൊക്കെ തള്ളുക എന്ന വകുപ്പ് വരുന്നേ ഇല്ല. അങ്ങനത്തെ വിഷയം ഇവിടെ ഇല്ല. ഇത് ഹദീസ് അല്ലതാനും. എന്നത് ഹദീസേ അല്ല, അങ്ങനത്തെ വിഷയവുമില്ല. അതുകൊണ്ട് തന്നെ ഹദീസ് നിഷേധങ്ങൾക്ക് ഇത്തരം ചില കഥകളെ അടിസ്ഥാനമാക്കി കൊണ്ടുവരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് സൂചിപ്പിച്ചത്. ഏതെങ്കിലും ആൾ എവിടെയും പോയി കാട്ടിയത് അത് തെളിവായി കൊണ്ട് കുറച്ച് മുസ്ലിം അങ്ങനെ ഉണ്ടായിക്കോട്ടെ, പല സൈസ് ഉണ്ടല്ലോ, കുറച്ച് അങ്ങനെ പോയിക്കോട്ടെ, ഇവിടെ തക്കിബാരും എടുക്കട്ടെ, അത്ര പേര് പറയാനുള്ളൂ. അല്ല, ഉമർ ഖത്താബിന് പോയിട്ട് ഞാൻ ഖബറിൽ പോയി എന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇസ്തിസ്ഖാ പറഞ്ഞു എന്നും പറഞ്ഞിട്ടില്ല. ഉമർ ഖത്താബ് അങ്ങനോട് അത് കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും മുസന്നഫിലില്ലതാനും, അങ്ങനെയൊന്നും മുസന്നഫിലില്ല. അവിടെ ആ വക ഒന്നും മുസന്നഫില്ല. പിന്നെ നിങ്ങളെ വകാണ്ട് ഏച്ചുവിട്ടെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പോയിട്ട് സലാം പറഞ്ഞു ഏറി വന്നാ ഉള്ളൂ. ഇന്ന് അത് വന്ന റിപ്പോർട്ടർ എന്താണ്? നീ എപ്പോഴാ ഈ സ്വപ്നം കണ്ടു നോക്കണം? അൽബാരിഹ, ഇന്നലെ രാത്രി. അത് മുസന്നഫിലല്ല, വേറെ റിപ്പോർട്ട് വന്നപ്പോൾ
അപ്പൊ അവിടെ സ്വപ്നം കണ്ട കഥ അവിടെ പറഞ്ഞോളൂ, അല്ലാതെ ഞാൻ ഖബറിനെ പോയി ഇസ്തിസ്ഖി പറഞ്ഞു എന്നൊന്നും ഉമർ ഖത്താബിനോട് പറഞ്ഞു എന്നിട്ട് അവിടെ ഇല്ലതാനും. ഏതാനും കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ ഹദീസിലോ ഖുർആനിലോ ഒരു റജുലി എന്ന് മാതൃകയോഗ്യമായി പഠിപ്പിച്ച എവിടെ ഉണ്ടോ ആ റജുലൊക്കെ നമുക്ക് സ്വീകാര്യം. ഇത് ഖുർആനിലും വന്നിട്ടില്ല, ഹദീസിലും വന്നിട്ടില്ല, അള്ളാഹ് പറഞ്ഞിട്ടില്ല, റസൂൽ പറഞ്ഞിട്ടില്ല. ശേഷം ഇച്ചിര 17-ാം കൊല്ലം ഒരു സംഭവം ഉണ്ടായി എന്നാ പറയുന്നത്. അതിൽ തന്നെ ഒരുപാട് അസ്വാഭാവികത വേറെ ഉണ്ട്. എന്തോ ആവട്ടെ, കാരണം ഇച്ചിര 17-ാം കൊല്ലം എന്ന് പറഞ്ഞാൽ ആയിഷ ബിയോട് താമസിക്കുന്ന കാലം. ആയിഷ ബിന്റെ റൂമിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്. ഇച്ചിര 17-ാം കൊല്ലം എന്ന് പറയുമ്പോൾ നബി തങ്ങൾ മരിച്ച് 6 കൊല്ലമായിട്ടുള്ളൂ. അന്ന് ആയിഷ ബീവി താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഒരാൾ ഏടോ മണ്ടുന്നിട്ട് അവിടെ ഔത്ത് കയറിയിട്ട് ഇങ്ങനെ കാട്ടാനൊന്നും പറ്റൂല അന്നത്തെ കാലത്ത്. അതൊക്കെ പിന്നെ കഥയിൽ ചോദ്യം ഇല്ലാന്നാണല്ലോ. ആയിഷ ബീവി താമസിക്കുന്ന റൂമിലാണ് റസൂലുള്ളാഹിന്റെ ഖബറുള്ളത്. അവിടെ നബി തങ്ങൾ വഫാത്തായി 6-ാം കൊല്ലം സംഭവം നടന്നു പറയുന്നത്. അപ്പൊ അന്നൊരാൾ നേരെ ആയിഷ ബീവിന്റെ ബെഡ്റൂമിൽ കയറി പോയിട്ട് അവിടുന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേറെ കുറെ ചോദ്യങ്ങളാണ് അവിടെ. ഇനി മാത്രമല്ല, ആ സ്വപ്നത്തിൽ എന്താ ഉള്ളത്? ഉമർ ഖത്താബിനെ കുറിച്ച് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാൻ പറയണം എന്നാ. ഉമർ ഖത്താബിന്റെ ഭരണമാണ് ലോകത്തെ ഏറ്റവും ബുദ്ധിപരമായ ഭരണം എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ഗാന്ധിജി പോലും പറഞ്ഞല്ലോ, ഖലീഫ ഉമറിന്റെ ഭരണമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു അവിടെ ഉള്ളത്. അപ്പൊ ആവട്ടെ, ഏതായാലും നമുക്ക് ചർച്ചന്റെ ആവശ്യമില്ല. അവിടെ ഇത് ഹദീസേ അല്ല, ഇത് ആയത്തുമല്ല, ഹദീസുമല്ല, അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണവുമല്ല. പിന്നെ ആ വന്ന ആൾ ചെയ്ത പണി ശരിയാണോ, അത് ആൾ വന്നിട്ടുണ്ടോ ഇല്ലേ, വന്ന ആൾ ആരാ എന്നൊക്കെ കിട്ടിയിട്ടല്ലേ ബാക്കി, പിന്നെ പ്രസവിച്ചിട്ടല്ലേ നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമുള്ളൂ. ഇത് സംഭവം തന്നെ ഒരാൾ ആരാ പിടിച്ചില്ലാത്ത കാലത്ത് പിന്നെ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നാണ് സൂചിപ്പിക്കുക.